പ്രിയപ്പെട്ട ശ്രീ സിദ്ദീഖിനൊപ്പം ഞങ്ങൾ ഈ കരലാട് ലേക്കിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് വന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. ചൂരൽമല ദുരന്തം ചില തെറ്റായ പ്രചരണം വന്നു. വയനാട് ദുരന്തം അങ്ങനെ വയനാടാകെ എന്തോ കുഴപ്പമെന്നുള്ളൊരു പ്രചരണം വന്നു. ഒരു കുഴപ്പവും വയനാടിനില്ല. വയനാട് സേഫാണ്. സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആളുണ്ട്. ബാക്കി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് പറയും. കർലാട് ലേക്ക് ഉൾപ്പെടെയുള്ള അതിമനോഹരമായിട്ടുള്ള ഇടങ്ങളാണ് ഇത്. നാച്ചുറലാണ്, പ്രകൃതിദത്തമാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള പിന്നെ മലകളും അതുപോലെ വൈൽഡ് ലൈഫും എസ്റ്റേറ്റുകളും കാടുകളും ഒക്കെയായി കാലാവസ്ഥയും ഒക്കെയായി ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടമാണ് വയനാട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് കർലാട് ലേക്ക്. ഇതിന്റെ മേലെ കൂടെ അഡ്വഞ്ചർ സിപ്പ് ഉണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള പെഡൽ ബോട്ടുണ്ട്, അല്ലാത്ത ബോട്ടുണ്ട്, കയാക്കിംഗ് ബോട്ടിംഗ് ഉണ്ട്. എല്ലാമായി അതിമനോഹരം. പിന്നെ ആമ്പൽക്കുളം ഉണ്ട്. എല്ലാമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആൾക്കാർ ഇപ്പോൾ വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് വന്ന് മലപ്പുറത്തു മലപ്പുറത്തുള്ളവർ വന്നു തുടങ്ങി. അതെ. അപ്പോ ഈ ആളുകൾ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പൂർണ്ണമായും സജ്ജമായി വയനാട് നിൽക്കുകയാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഉണ്ടായി. ആ തെറ്റിദ്ധാരണ വയനാടാകെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് സംഭവിച്ച വയനാടിലെ 3 വാർഡുകളാണ് മേപ്പാടി പഞ്ചായത്തിലെ. അപ്പോ അതിന്റെ വേദന തരണം ചെയ്യാൻ സർക്കാരും ജനങ്ങളും എല്ലാവരും ഒന്നിച്ചു പോവാണ്. നമ്മൾ തരണം ചെയ്യും, അതിജീവിക്കും. ഈ വയനാട്ടിലേക്ക് ഇനി ടൂറിസ്റ്റുകൾ വരുന്നത് വയനാടിന്റെ അതിജീവനത്തിന്റെ ഒരു കരുത്തും കൂടിയാണ്. ആ ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് വരണം. സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടിയാണ് ടൂറിസം. അതിന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. എന്റെ കേരളം എന്നും സുന്ദരം, വയനാട് അതിസുന്ദരം.